Hi viewers and friends, good morning to you all and നമസ്കാരം. ജിയോ കിച്ചൺ ടൂർ വൈബ്സ് എന്ന യൂട്യൂബ് കുക്കറി ചാനലിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ക്രിസ്മസ് കാലമാണ്. ഇന്ന് ഷൂട്ടിംഗ് നടക്കുന്നത് 24-ാം തീയതി, നാളെ ക്രിസ്മസ് ആണ് 25-ാം തീയതി. അപ്പോൾ നമ്മൾ ക്രിസ്മസിനായിട്ട് പ്രത്യേകം ഇല്ല എങ്കിലും നമ്മളൊരു ചിക്കൻ മപ്പാസും ഒരു ബീഫ് റോസ്റ്റും നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ചിക്കൻ മപ്പാസിൻ്റെ കൂടെ നമ്മൾ വെള്ളയപ്പം അല്ലെങ്കിൽ പാലപ്പം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെ കഴിക്കണം. പാലപ്പം നമ്മളിപ്പോൾ ഉണ്ടാക്കി കാണിക്കുന്നില്ല, കാരണം ഇത് 2 എണ്ണം ഉള്ളത് കാരണം തന്നെ ഇപ്പം നീളമുള്ളതാണ്. അപ്പം നമുക്കധികം ഇതിൽ കാണിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ചിക്കൻ മപ്പാസ് ഉണ്ടാക്കാം. ഇത് പ്രത്യേകിച്ച് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് നാടനാണ്, ശരിക്കും തനി നാടൻ എന്ന് വേണേൽ പറയാവുന്ന രീതി. തക്കാളിയൊന്നും ഇതിൽ ചേർക്കില്ല. മിക്കവാറും മപ്പാസിലൊക്കെ ആൾക്കാർ തക്കാളിയൊക്കെ ചേർക്കും. നമ്മുടെയൊക്കെ പഴയ ചെറുപ്പകാലത്തിൽ തക്കാളിയൊന്നും ഉണ്ടായിരുന്നില്ല, അല്ലെ തന്നെ ഈ മപ്പാസിൽ ചേർക്കാറുമില്ലായിരുന്നു. തേങ്ങാപ്പാൽ മാത്രമാണ് ചേർക്കുന്നത്. ആ രീതിയിലുള്ള ഒരു മപ്പാസാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ നടപടിക്രമത്തിലേക്ക് നീങ്ങാം. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് പറയട്ടെ, പാൻ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യമായിട്ടിത് 1-ാം പാലാണ്. ഇത് 3 കപ്പ് തേങ്ങയുടെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 3 കപ്പ് തേങ്ങ പീര. അപ്പോൾ ഏകദേശം ഒരു 1.5 കപ്പ് തനിപ്പാൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു 2-3 കപ്പ് 2-ാം പാല് കിട്ടിയിട്ടുണ്ട്. ബാക്കി ഇത് കണക്കിലെടുക്കണ്ട, 3-ാം പാല് കുറച്ചുണ്ട്, അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് ചിക്കനാണ്. ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കിയതാണ്, ബ്രോയിലറാണ്. അപ്പോൾ 1 കിലോ നാടനല്ല, 1 കിലോ ബ്രോയിലർ ചിക്കനാണ്, 1 കിലോ ആണ്. പിന്നെ നമ്മുടെ ഇഞ്ചിയാണ്. ഇഞ്ചി അല്പം നീളത്തിലരിഞ്ഞ ഇഞ്ചിയുണ്ട്. പിന്നെ നമുക്ക് ഇതൊരു ഇഞ്ചി ഒരു ചെറിയ കഷ്ണം. പിന്നെ വെളുത്തുള്ളിയാണ്, ഒരു 7-8 ക്ലോസ് ആണ് അല്ലെങ്കിൽ വെളുത്തുള്ളിയുണ്ട്. പിന്നെ ഈ പച്ചമുളക് വെച്ചിട്ടുണ്ട്. പച്ചമുളക് ഇതിൻ്റെ പകുതിയേ ഉപയോഗിക്കുന്നുള്ളൂ. ഒരു 10 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പകുതി ഒരു 5 പച്ചമുളക് നമ്മൾ ഉപയോഗിക്കുള്ളൂ. ബാക്കിയുള്ളത് നമ്മൾ ബീഫിന് വേണ്ടി പോകും. പിന്നെ ഉള്ളത് നമ്മുടെ ഗരം മസാലയാണ്. ഗരം മസാല ആവശ്യത്തിന് എടുക്കുക, അതുപോലെ പെരിഞ്ജീരകം ആവശ്യത്തിന് എടുക്കുക. പിന്നെ ഇതിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് നമ്മുടെ ഷാലറ്റാണ്, ചെറിയ ഉള്ളി. ഒരു 1/4 കപ്പുണ്ട്. ഇത് ചെറുതായിട്ട് ഉടച്ചു വെച്ചിരിക്കുകയാണ്. പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടിയുണ്ട്, മുളക് പൊടി കാശ്മീരി ചില്ലിയാണ്, പിന്നെ മല്ലിപ്പൊടിയുണ്ട്, കറിവേപ്പിലയുണ്ട്, പിന്നെ വെളിച്ചെണ്ണയാണ് നമ്മളിതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് നീങ്ങുകയാണ്. പാൻ ചൂടായിട്ടുള്ളത് നമുക്ക് വെളിച്ചെണ്ണയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഒരു 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്കിതിനകത്ത് ഉപയോഗിക്കാം. അധികം എണ്ണ വേണ്ട. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വെളുത്തുള്ളി ഇടാം. വെളുത്തുള്ളി കനം കുറച്ച് അരിഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ അല്പം ജിഞ്ചറും കൂടെ ചേർക്കുകയാണ്. ഒന്ന് വഴന്ന് വരട്ടെ. അടുത്തായിട്ട് നമുക്ക് ഇത് അല്പം പച്ചമുളക് ചേർക്കാം. ഇതിൻ്റെ പകുതിയേ ഞാൻ ചേർക്കുന്നുള്ളൂ, അധികമൊന്നും വേണമെന്നില്ല. ഇത് വഴന്ന് വരുമ്പോഴത്തേനും നമുക്ക് ചേർക്കാനുള്ളതിന് ഷാലറ്റാണ്, നമ്മുടെ ചെറിയ ഉള്ളി. പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ ചിക്കൻ മപ്പാസിന് ഏറ്റവും നല്ലത് ചെറിയ ഉള്ളിയാണെന്നാണ് പറയുന്നത്. സവാള ഇട്ട് കഴിഞ്ഞാൽ അല്പം മധുരിക്കും, കഴിഞ്ഞാൽ അത്ര ഇതിലേക്ക് യോജിക്കില്ല. ചെറിയ ഉള്ളിയാണ് ഏറ്റവും നല്ലതെന്നാണ് അറിയപ്പെടുന്നത്. ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് വഴലട്ടെ. നമുക്കിനി അല്പം കറിവേപ്പില ഇടാം. പിന്നെ ഞാനിതിൽ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഇതിൽ ഓപ്ഷണലാണ് കേട്ടോ, ആവശ്യമുള്ളവർ മാത്രം പച്ചമുളക് ചേർത്താൽ മതി. അത് കാരണം നമ്മൾ മുളക് പൊടി ചേർക്കുന്നുണ്ട്. കാരണം ചിക്കൻ മപ്പാസ് ആയാലും മുളക് പൊടി ചേർക്കുന്നതിന് കുഴപ്പമില്ല. സ്റ്റൂ ആണെങ്കിൽ മാത്രമേ മുളക് പൊടി ചേർക്കാൻ പാടില്ലാതെ ഉള്ളൂ. അത് പച്ചമുളക് മാത്രമേ ചെയ്യൂ. നമ്മൾ ഈ മസാല ഇടുന്നതിന് മുമ്പ് ഒരല്പം ഈ മസാല ഒന്ന് മിക്സ് ചെയ്യുന്നത് നന്നായിരിക്കും, വെള്ളത്തിൽ കലക്കിയിട്ട്. ഇപ്പം നമ്മൾ മുളക് പൊടി കാശ്മീരി ചില്ലിയാണ്, ഒരു 3 ടേബിൾ സ്പൂണാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 3 ടേബിൾ സ്പൂൺ ഇട്ടു. അതേപോലെ തന്നെ മല്ലിപ്പൊടി, ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി നമ്മൾ ഇടുന്നുണ്ട്. ഇതിനെ നമ്മളൊന്ന് മിക്സ് ചെയ്യുകയാണ്. നമ്മൾ വെള്ളത്തിൽ ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. ആദ്യം ഡ്രൈ ആയിട്ട് മിക്സ് ചെയ്യുക.
അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച്, നമ്മളിപ്പോൾ ഏത് ഇറച്ചി ഉണ്ടാക്കുകയാണെങ്കിലും ഇങ്ങനെ ചെയ്യുന്നത് നന്നായിരിക്കും. നേരിട്ട് പൊടി എണ്ണയ്ക്കകത്ത് ചേർക്കുന്നതിൽ നല്ലത് ഇങ്ങനെ ചെയ്യുന്നതാണ്. നമ്മൾ ഇനി ഇതിലേക്ക് ഇത് നമുക്ക് ചേർക്കാം. നമ്മുടെ മസാല വെള്ളത്തിൽ കുതിർത്തിട്ട് നമ്മളൊന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പച്ചമണമൊക്കെ പോകുന്നതിനൊന്ന് ഫ്രൈ ചെയ്യുന്നത് നല്ലതാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്കിതിലേക്ക് ചിക്കനൊക്കെ ചേർക്കാൻ. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ചിക്കൻ ചേർക്കാം. 1 കിലോ ചിക്കനാണ്. നമ്മൾ ചിക്കൻ ഫ്രൈ ആകുമ്പോൾ നമ്മൾ കുറച്ച് ഉപ്പും ചേർക്കാം. പിന്നീട് ആവശ്യത്തിന് ഉപ്പ് നമുക്ക് പിന്നീട് ചേർക്കാം. നമുക്കിനി നമ്മുടെ 2ാം പാല് ചേർത്ത് ഇതിനെ ഒന്ന് വേവിക്കാം. നമ്മളെ അല്പം പെരിഞ്ജീരകം കൂടി ഇതിലേക്ക് ചേർക്കാം. അധികമൊന്നും വേണ്ട കേട്ടോ, വളരെ കുറച്ച് മതി. നമ്മൾ ബീഫിനാണ് പെരിഞ്ജീരകം കൂടുതൽ വേണ്ടത്. പിന്നെ അല്പം കുരുമുളകും കൂടി ചേർക്കാം. അധികം വേണ്ട, കുറച്ച് മതി. ഇനി മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിക്കാം. നമ്മൾ ചിക്കൻ മപ്പാസ് അവിടെ സൈഡിലിരുന്ന് വേവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് അടുത്ത ഒരു ഐറ്റം കൂടി, ഇന്ന് 2 ഐറ്റമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒരു ബീഫ് റോസ്റ്റ്, നമ്മുടെ ബഫലോ മീറ്റ് ആണെന്ന് പറഞ്ഞാൽ പോത്തിറച്ചി, അതിൻ്റെ റോസ്റ്റ് കൂടെ ഞാൻ ആക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള വിഭവങ്ങളൊക്കെ നമുക്കൊന്ന് പെട്ടെന്ന് പറയാം. ഇതിൽ 1.25 കിലോ ബീഫുണ്ട്. ചെറിയ കഷ്ണങ്ങളാക്കിയതാണ്, അധികം വലുതല്ല. പിന്നെ നമ്മുടെ സവാളയുണ്ട്. 4 സവാള നീളത്തിലരിഞ്ഞതാണ്, ജൂലിയൻ കട്ടെന്ന് പറയും. പിന്നെ കറിവേപ്പിലയുണ്ട്. പിന്നെ കാശ്മീരി മിർച്ചി മുളക് പൊടിയുണ്ട്. ഇതിൻ്റെ അളവ് ഞാൻ ഇടുമ്പോൾ ഞാൻ പറയാം. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയുണ്ട്, മല്ലിപ്പൊടിയുണ്ട്, പിന്നെ പെരിഞ്ജീരകപ്പൊടിയുണ്ട്, ഗരം മസാലയുണ്ട്, പച്ചമുളകുണ്ട്. പിന്നെ തക്കാളി ഞാനിവിടെ ഒരു 5 തക്കാളി എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇത് കട്ട് ചെയ്തിട്ട് തന്നെ നമുക്ക് ചേർക്കാം. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ഇപ്പോൾ പാൻ വെച്ചിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഒരു 2-3 ടേബിൾ സ്പൂൺ, 2 ടേബിൾ സ്പൂൺ മതി. നമുക്ക് സവാള വഴലാണെന്ന് കിട്ടണം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് സവാള ഇടാം. പറഞ്ഞ പോലെ 4 മീഡിയം സവാളയാണുള്ളത്. ഒരല്പം ഉപ്പും ചേർക്കാം. അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയുള്ളതാണ്. നമ്മുടെ ചിക്കൻ വേവുന്നുണ്ട്. ഒരു 10-12 മിനിറ്റ് ആയിട്ടുള്ളൂ. മൊത്തം ഒരു 25 മിനിറ്റൊക്കെ ഏറ്റവും കുറഞ്ഞത് വേണ്ടി വരും. നമുക്ക് അല്പം ഗാർലിക് ചേർക്കാനുണ്ട്. ഞാൻ ഗാർലിക് പേസ്റ്റാണ് ഇതിന് ചേർക്കുന്നത്. ഒരു 2 കിലോ ഉണ്ടല്ലോ, അപ്പോൾ 2 ടേബിൾ സ്പൂൺ ഗാർലിക്ക്. അതുപോലെ ജിഞ്ചറും ചേർക്കുന്നുണ്ട്. ജിഞ്ചർ അത്രയും വേണ്ട, 1 ടേബിൾ സ്പൂൺ മതി. 4 തക്കാളിയുണ്ട് നമ്മൾ ചേർത്തിരിക്കുന്നത്. ഞാൻ 5 എടുത്തിരുന്നത്, പക്ഷെ 4 മതിയെന്ന് വെച്ചു. നമുക്കിത് ലൈവായിട്ടൊന്ന് അരിഞ്ഞ് ഇതിൽ ചേർക്കാം. നമുക്കിനി നമ്മുടെ തക്കാളി ചേർക്കാം.
ഒരല്പം ഉപ്പ് കൂടെ, തക്കാളിക്കുള്ള ഉപ്പ് കൂടെ നമ്മളൊന്ന് ചേർക്കാം. പച്ചമുളകുണ്ട്, ബാക്കി ഉണ്ടായിരുന്ന പച്ചമുളക് നമ്മൾ ചേർത്ത്, കൂടാതെ കറിവേപ്പിലയും ചേർക്കാം. ഇനി നമുക്ക് പൊടികളൊക്കെ ഒന്ന് ചേർക്കാം. സിമ്മറാക്കി വെച്ചു. കാശ്മീരി ചില്ലിയാണ്, ഒരു 4 ടേബിൾ സ്പൂൺ ഞാൻ ചേർക്കുന്നുണ്ട്. കൂടാതെ കുരുമുളക് നമ്മൾ ചേർക്കുമല്ലോ. മല്ലിപ്പൊടിയും അതുപോലെ ഒരു റോസ്റ്റ് ആയതുകൊണ്ട് മല്ലിപ്പൊടി കുറച്ച് മതി. ഒരു 2.5 അല്ലെ 2 ടേബിൾ സ്പൂൺ മതി മല്ലി. പിന്നെ മഞ്ഞൾപ്പൊടി ചേർക്കാനുണ്ട്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പെരുംജീരകം ചേർക്കാനുണ്ട്. ബീഫിന് നന്നായിട്ട് പെരുംജീരകം വേണം, അപ്പോൾ 2 ടേബിൾ സ്പൂൺ പെരുംജീരകം ഉണ്ട്. ഗരം മസാലയൊക്കെ നമ്മൾ അവസാനം ചേർക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ബീഫ് ചേർക്കാം. 1.25 കിലോ ബീഫാണ്. ഇനി നമുക്ക് കുക്കറിലേക്ക് മാറ്റാം. ചിക്കൻ ഒരു 25 മിനിറ്റ് ആയിട്ടുണ്ട്. വെന്തിട്ടില്ല, കുറച്ചുകൂടെ വേവാനുണ്ട്. ഒരു 5 മിനിറ്റ് കൂടി ഇരിക്കട്ടെ. നമ്മളിതിൽ സെപ്പറേറ്റ് ആയിട്ട് വെള്ളം ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇതിൻ്റെ വെള്ളം തന്നെ ഇറങ്ങുന്നുണ്ട്. കുറച്ചുകൂടെ കഴിഞ്ഞാൽ കുറച്ചുകൂടെ വെള്ളം ഇറങ്ങും. അപ്പോൾ അങ്ങനെ ഇറങ്ങിയതിന് ശേഷം നമ്മൾ ഉപ്പൊക്കെ ചേർത്തിട്ട് മൂടി വെച്ചിട്ട് വേവിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന് മുമ്പ് വെള്ളം ചേർത്താൽ കൂടുതൽ വെള്ളമായി പോകും, കാരണം നമ്മൾ റോസ്റ്റാണ് ചെയ്യുന്നത്. പിന്നെ ഇനി നമ്മൾ കുറച്ചുകൂടെ ഉപ്പ് ചേർക്കാനുണ്ട്. കാര്യമായിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. ഇനി കുറച്ച് കുരുമുളകും ചേർക്കാനുണ്ട്. ഇപ്പം നമ്മൾ ആവശ്യത്തിന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കണ്ട. അപ്പോൾ ഇനി ഇത് നമുക്ക് മൂടി വെച്ചിട്ട് നമുക്കൊരു 18 മിനിറ്റ് അല്ലെ 20 മിനിറ്റ് താഴെയായിട്ട് നമുക്ക് വേവിക്കാം. നമ്മുടെ ചിക്കൻ വെന്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിനകത്ത് ഗരം മസാല ആദ്യമായിട്ട് ചേർക്കണം. നമ്മൾ ഗരം മസാല 1 സ്പൂൺ ഗരം മസാലയാണ് നമ്മൾ ചേർക്കുന്നത്. ഈ ഗരം മസാല പൗഡർ വരെ നമ്മൾ ഫ്രഷായിട്ട് പൊടിച്ചിട്ട് ചേർക്കാം. ഇത് ഞാൻ സിമ്മർ അടിക്കുകയാണ്. ഇനി നമുക്ക് ഇതിനകത്ത് തനിപ്പാൽ, അല്പം കുരുമുളക് കൂടെ ചേർക്കാനുണ്ട് തോന്നുന്നു. ഒരല്പം കുരുമുളക് കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ തനിപ്പാൽ ചേർക്കുകയാണ്, എന്ന് പറഞ്ഞാൽ 1-ാം പാൽ. സിമ്മർ ഇട്ടിരിക്കുകയാണ്, തിളയ്ക്കാൻ പാടില്ല.
ശ്രദ്ധിക്കുക. നമ്മൾ ഫ്ലെയിം കൂട്ടിയിട്ടിരുന്നു. അപ്പോൾ ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സൈഡ് തിളച്ചു. അപ്പോൾ നമുക്ക് ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇത് വാങ്ങി വെക്കാം. ഇനി അപ്പോൾ നമ്മുടെ ചിക്കൻ മപ്പാസ് ആയി കഴിഞ്ഞു. നമ്മുടെ സ്റ്റീം പോയി കഴിഞ്ഞു. നമുക്ക് തുറന്ന് നോക്കാം. എന്തോന്നും നോക്കണ്ടേ. കുറച്ച് ഗ്രേവി ഉണ്ട്, ബീഫിലുള്ള ഗ്രേവിയാണ്. ഇത് കുറച്ച് നമുക്ക് വറ്റിച്ചെടുക്കേണ്ടി വരും. വറ്റിച്ചെടുത്ത് കഴിയുമ്പോഴാണ് ശരിക്കും റോസ്റ്റ് ആവുകയുള്ളൂ. നമ്മൾ ഇഷ്ടമാണ്. ഇത് കറിയാണ്, ഇപ്പോൾ കറിയായിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഗ്രേവി മാത്രം എടുത്തിട്ട് വറ്റിച്ച് കഴിഞ്ഞാൽ റോസ്റ്റായി മാറും. അപ്പോൾ നമുക്ക് ഇത് കുറച്ച് ഗരം മസാല ചേർക്കാനുണ്ട്. ഇതിനകത്ത് ഒരു 2 ടീസ്പൂൺ ഗരം മസാലയാണ്. പിന്നെ ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് കുറുകുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഈ വെള്ളമൊന്നും ഉണ്ടാവില്ല. അതിനുശേഷം ഇത് കുറുകിയിരിക്കും. അതുകൊണ്ട് അത് അത്ര പ്രയാസപ്പെടേണ്ട കാര്യമില്ല. അങ്ങനെ നമ്മുടെ 2 വിഭവങ്ങൾ ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ഇത് ലാസ്റ്റ് അവസാനമായിട്ട് തയ്യാറാക്കിയത് നമ്മുടെ ബീഫ് റോസ്റ്റാണ്. പക്ഷേ ഇതിപ്പം ബീഫ് കറിയായിട്ടാണ് ഇരിക്കുന്നത്. ചിലപ്പോൾ ഗ്രേവി കൂടുതൽ വന്നു. ഇത് ശരിക്കും റോസ്റ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൽപ്പം ഇതിൻ്റെ ഗ്രേവി മാത്രം എടുത്തിട്ട് നമ്മൾ വെള്ളം വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ മതി. അല്ലാതെ തന്നെ കുറച്ച് 1 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ വെള്ളം വറ്റും, കുഴഞ്ഞ പരുവത്തിലാകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഇത് ഇടത് വശമുള്ളത് നമ്മുടെ നാടൻ ചിക്കൻ മപ്പാസാണ്. ഇത് നമ്മുടെ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ ബെസ്റ്റാണ്. നമ്മുടെ വെള്ളയപ്പം അല്ലെങ്കിൽ പാലപ്പം എന്നൊക്കെ പറയില്ലേ, പാലപ്പമൊക്കെ നാളെ പാലപ്പമൊക്കെ ഉണ്ടാക്കുക. നാളെ ഇത് ക്രിസ്മസിൻ്റെ അന്ന് ഇതേ റെസിപ്പി പ്രകാരം നിങ്ങളൊരു നാടൻ ചിക്കൻ മപ്പാസ് ഉണ്ടാക്കുക. അതിൻ്റെ കൂടെ പാലപ്പം കൂടെ കൂട്ടി ഒരു പിടി പിടിക്കുക. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് നമ്മൾ സദ്യക്ക് ഈ ബീഫ് റോസ്റ്റും ഉണ്ടാക്കുക. അതും ഇതേമാതിരി ഒരു പിടുത്തൊക്കെ പിടിച്ച് നമ്മുടെ സുറിയാനി കത്തോലിക്കൽ ക്രിസ്ത്യാനികളൊക്കെ ചെയ്യുന്ന മാതിരിയൊക്കെ ചെയ്യുക. അങ്ങനെ ക്രിസ്മസ് അടിപൊളിയാക്കുക. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ഈ പരിപാടി തീരുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ക്രിസ്മസിൻ്റെ വിഭവങ്ങൾ ഇവിടെ സമ്പന്നമാകുന്നു. അപ്പോൾ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമാകുന്നുണ്ട്. അപ്പോൾ ഞാനത് പറഞ്ഞോട്ടെ. അപ്പോൾ ഇനി ഇത് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്യുന്ന കൂടാതെ നിങ്ങൾ ഷെയർ ചെയ്യണം. ഷെയർ ചെയ്യുന്ന മറ്റുള്ളവരോട് പറയുക, നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക. അവരോട് പറയുക ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. പിന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ കുറച്ച് കൂടുതലൊന്നുമില്ല. സാധാരണ ഇൻഗ്രീഡിയൻസ് ഒക്കെ മാത്രമേ ഉള്ളൂ. നാടനായത് കാരണം ചിക്കൻ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. തേങ്ങാപ്പാൽ മാത്രമാണ് അതിൻ്റെ മെയിൻ ഉള്ളത്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ പോയി നോക്കുക. അപ്പോൾ അങ്ങനെ നിങ്ങൾ എല്ലാം ക്രിസ്മസ് മംഗളമായിട്ട് നിങ്ങൾ അടിച്ചു പൊളിച്ച് ആഘോഷിക്കുക എന്നുള്ള ഒരു ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും ഞാൻ വിട പറയുന്നു. എല്ലാവർക്കും ഒരു ഗുഡ് ബൈ. ജോർജ് ജിയോ കിച്ചൻ ടൂർ വൈബ്സ്.